ഇക്വേഷൻസ് അതെല്ലാം പഠിച്ചായിരുന്നു. 3-4 പ്രോബ്ലംസും ചെയ്തു അല്ലേ. അപ്പം ഇന്ന് അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ്, ഇനി ഇതിനകത്ത് കുറേയേറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അത് കുറേ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. നമ്മൾ 4 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ 4 തോന്നുന്നു, 5-6 ചെയ്തായിരുന്നു തോന്നുന്നു. 4 അല്ല, അത് കൂടുതൽ ചെയ്തായിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ, പ്രൂവ് ദാറ്റ് cos π/4 - x cos π/4 - x into cos π/4 - y cos π/4 - y minus sin π/4 - x into sin π/4 - y equal to sin of x plus y. അതായത് cos π/4 - x into cos π/4 - y minus sin π/4 - x into sin π/4 - y യുടെ വാല്യൂ sin of x plus y എന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് എടുത്ത് റൈറ്റ് സൈഡ് ആണെന്നും അല്ല റൈറ്റ് സൈഡ് എടുത്ത് ലെഫ്റ്റ് സൈഡ് ആണെന്നും പ്രൂവ് ചെയ്യാം. അത് ഇഷ്ടമുള്ള ചെയ്യാം. നമ്മൾ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുത്ത് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് വലുത്. അപ്പോൾ അതെടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് കിട്ടും. നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡ് ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. cos π/4 - x into cos π/4 - y minus sin π/4 - x into sin π/4 - y is equal to, ഇതിപ്പോൾ നോക്കാം, cos π/4 - x into cos π/4 - y minus sin, അത് തിരിച്ചു വരും. ഇത് നിങ്ങൾ ആ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിച്ചവർക്ക് പെട്ടെന്ന് കത്തുവിടും. ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ മുമ്പിലില്ല ഇക്വേഷൻ എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കിയാലും കിട്ടത്തില്ല. പക്ഷെ ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പഠിക്കണം. ലെഫ്റ്റ് എന്നാൽ റൈറ്റ് എഴുതാനും റൈറ്റ് എന്നാൽ ലെഫ്റ്റ് എഴുതാനും പഠിക്കണം. അങ്ങനെ നന്നായിട്ട് പഠിച്ചു വെക്കുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. ഈ ഇക്വേഷന്റെ ഫോം cos x cos y minus sin x sin y ഫോമിലാണ് കിടക്കുന്നത്. നോക്കുക, cos x, എക്സിന് വരെ π/4 - x, എക്സിന്റെ സ്ഥാനത്ത് π/4 - x ഉം വൈയുടെ സ്ഥാനത്ത് π/4 - y ആണെന്നേ ഉള്ളൂ. എക്സ് വൈക്ക് പകരം π/4 - x ഉം π/4 - y ആണെന്നേ ഉള്ളൂ. അപ്പൊ നോക്കുക, cos x cos y minus sin x sin y, ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇത് ഏതിന്റെ ഇക്വേഷൻ ആണെന്ന് നമുക്കറിയാം. ഇത് cos of x plus y യുടെ ഇക്വേഷനാണ്. cos of x plus y നമ്മൾ തിരിച്ചാ പഠിച്ചേക്കുന്നത്. cos of x plus y equal to cos x cos y minus sin x sin y. ലെഫ്റ്റ് വന്നാലും റൈറ്റ് വന്നാലും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പഠിക്കണം. അപ്പൊ നമ്മൾ നോക്കുക, cos x cos y minus sin x sin y, ആ ഫോമിലാണ്. അപ്പൊ അതിന് പകരം നമുക്ക് cos of x plus y എന്ന് കൊടുക്കാം. cos of, ഇപ്പൊ ശ്രദ്ധിക്കുക, x-ന് പകരം π/4 - x എഴുതണം. π/4 - x എഴുതണം. പ്ലസ് y-ക്ക് പകരം π/4 - y എഴുതണം. π/4 - y. ഈ ഇക്വേഷൻ നിങ്ങൾ സൈഡിലോ അല്ലെ ആദ്യം എവിടെയെങ്കിലും എഴുതി വെക്കണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ നോക്കിയാൽ വലിയ ഇക്വേഷൻ ചെറുതായിട്ട് മാറി. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് വായിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് cos of π/4 രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. π/4 ഉം π/4 കൂടെ ഒരുമിച്ച് എഴുതുക. minus x minus y. π/4 ഉം π/4 കൂടെ ആഡ് ചെയ്യുമ്പോൾ, π/4 എന്ന് വെച്ചാൽ 45 അല്ലേ, 45 ഉം 45 ആഡ് ചെയ്യുമ്പോൾ 90 വരും. 90 എന്ന് വെച്ചാൽ π/2. അത് നിങ്ങൾ അറിയാമല്ലോ. cos π/4 ഉം π/4 കൂടെ ആഡ് ചെയ്യുമ്പോൾ π/2 വരും. വേണ്ട ഒരു സൈഡിൽ എഴുതിക്കോണം. π/4 ഉം π/4 ആഡ് ചെയ്യുമ്പോൾ 4 കോമൺ ആണ്, π പ്ലസ് π വരും. അതായത് 2π/4 വരും. 2 വെട്ടിക്കളയുമ്പോഴത്തേക്കും π/2 വരും. π/2 അല്ലെങ്കിൽ 1/4 ആഡ് ചെയ്യുമ്പോൾ ഹാഫാ വരുന്നത്. മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു, എക്സ് പ്ലസ് വൈ. മൈനസ് കോമൺ എടുത്തും മൈനസ് എക്സ് മൈനസ് വൈ എന്നല്ലേ, മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ വരും. ഇങ്ങനെ കിട്ടി, cos of π/2 minus of x plus y. ഇനി നമ്മൾ പഠിച്ച റിഡക്ഷൻ ഫോർമുല അത് മറക്കരുത്. നമ്മൾ പഠിച്ച റിഡക്ഷൻ ഫോർമുല, അതായത് cos π/2 minus x, cos π/2 minus x-ന് വരും x plus y ഒന്നേ ഉള്ളൂ. ഇനി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതാം, ഒന്ന് മാറ്റി എഴുതാം. cos of π/2 minus x plus y-ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ u എന്ന് കൊടുക്കാം. π/2 minus u. u എന്ന് പറഞ്ഞാൽ x plus y. നമ്മൾ ആവശ്യം കഴിയുമ്പോൾ യുവിനെ തിരിച്ച് x plus y ആക്കുന്നു. cos π/2 minus x എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാണ് sin x. ആ റിഡക്ഷൻ ഫോർമുല π/2 മൈനസ് ഫസ്റ്റ് ക്വാർട്ടറിനെ വരും. π/2 മൈനസ് x, അവിടെ ഓൾ പോസിറ്റീവാ, എല്ലാം പോസിറ്റീവാണ്. π/2 വരുമ്പോൾ കോസ് സൈൻ ആവും, sin x വരും. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊടുക്കുന്നു. cos π/2 മൈനസ് യു എന്നല്ലേ നമുക്ക് കിട്ടിയത്. cos π/2 മൈനസ് യു, cos π/2 മൈനസ് x വരുമ്പോൾ sin x. അപ്പോൾ cos π/2 മൈനസ് യു വരുമ്പോൾ sin u. ഇനി യുവിനെ തിരിച്ച് x പ്ലസ് y ആക്കുന്നു.
യു എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഇല്ലേ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. കണ്ടോ ആൻസർ കിട്ടിയില്ലേ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ആദ്യം കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഫോമിൽ വന്നു. അപ്പോൾ അതിന് നമുക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നല്ല, എക്സിന് പകരം പൈ ബൈ 4 മൈനസ് എക്സും വൈക്ക് പകരം പൈ ബൈ 4 മൈനസ് വൈ. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ പൈ ബൈ 4 ഒരുമിച്ച് എഴുതിയപ്പോൾ പൈ ബൈ 2 വന്നു. മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് കോമൺ ഇടുമ്പോൾ എക്സ് പ്ലസ് വൈ വന്നു. നമ്മൾ ഇതൊന്ന് വെറുതെ ഒന്ന് എളുപ്പത്തിന് വേണ്ടി ഈ എക്സ് പ്ലസ് വൈക്ക് വരെ യു കൊടുക്കുന്നു. അപ്പോൾ ഈ പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈക്ക് വരെ യു കൊടുത്തു. കണ്ടോ, ഇനി നമ്മൾ ഈ റിഡക്ഷൻ ഫോർമുല കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ് ആണ്. ഇവിടെ കോസ് പൈ ബൈ 2 മൈനസ് യു ആണ്. അപ്പോൾ സൈൻ യു വരും. സൈൻ യു, യുവിനെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ യുവിനെ തിരിച്ച് എക്സ് പ്ലസ് വൈ ആക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ കാണാതെ അറിയാമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് പ്രൂവ് ദാറ്റ് tan പൈ ബൈ 4 പ്ലസ് എക്സ് by tan pi by 4 minus x is equal to 1 plus tan x by 1 minus tan x the whole square. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം 4 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. tan pi by 4 plus x by tan pi by 4 minus x. അപ്പോൾ അത് 1 plus tan x by 1 minus tan x. തിരിച്ചും ചോദിക്കാം, pi by 4 minus x മേളിൽ വരുമ്പോൾ 1 minus tan x മേളിൽ വരുന്നുള്ളൂ. അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ലെഫ്റ്റ് സൈഡ് എടുത്ത് ചെയ്യാൻ പോവാം. ലെഫ്റ്റ് സൈഡ് LHS ഈ സൈഡ് എടുത്ത് ചെയ്ത് ആ റൈറ്റ് സൈഡ് കിട്ടിയാൽ മതി. മേളിൽ ടാൻ പൈ ബൈ 4 മൈനസ് എക്സും താഴെ ടാൻ പൈ ബൈ 4 മൈനസ് എക്സും. അതായത് ടാൻ എക്സ് പ്ലസ് വൈയും ടാൻ എക്സ് മൈനസ് വൈയും. മേളിൽ ടാൻ എക്സ് പ്ലസ് വൈ, താഴെ ടാൻ എക്സ് മൈനസ് വൈ. അതിന്റെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഇക്വേഷൻസ് ആദ്യം എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്കറിയാം, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് tan x into tan y. അങ്ങനെയാണെങ്കിൽ therefore tan of pi by 4 plus x. അപ്പോൾ x-ന് പകരം pi by 4ഉം y-ക്ക് പകരം x എഴുതണമെന്നേ ഉള്ളൂ. അപ്പോൾ x-ന് പകരം pi by 4ഉം y-ക്ക് പകരം x എഴുതുക. അപ്പോൾ tan x-ന് പകരം pi by 4 ഇടുന്നു പ്ലസ് tan y-ക്ക് പകരം x ഇടുന്നു. ബൈ താഴെ അതുപോലെ തന്നെ 1 മൈനസ് tan pi by 4 into tan y, tan x. കണ്ടോ, ഇനി നമുക്കറിയാം tan പൈ ബൈ 4ന്റെ വാല്യൂ അറിയാം. tan പൈ ബൈ 4 tan 45 എന്ന് വെച്ചാൽ 1 ആണ്. നമ്മൾ ഈ വാല്യൂ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് കാണാൻ പഠിക്കണം. tan പൈ ബൈ 4ന് 1 കൊടുത്തു. 1 പ്ലസ് tan x ബൈ 1 മൈനസ് 1 ഇൻറ്റു tan x ഇങ്ങനെ കിട്ടി. 1 ഇൻറ്റു tan x എന്ന് വെച്ചാൽ tan x അല്ലേ. അപ്പോൾ 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x കിട്ടി. നമുക്ക് tan പൈ ബൈ 4 പ്ലസ് x ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി tan പൈ ബൈ 4 മൈനസ് എക്സ് ചെയ്യാൻ പോവാം. അത് ഇതുപോലെ തന്നെയാണ്. tan എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പം tan എക്സ് മൈനസ് tan വൈ ബൈ 1 പ്ലസ് tan എക്സ് tan വൈ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും, വേറെ വ്യത്യാസം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് വരും. അപ്പോൾ നിങ്ങളത് നോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വെറുതെ എക്സാമിൽ നിന്ന് എഴുതിക്കോണേ. നമ്മൾ ചെയ്യുമ്പോൾ സിമിലർലി ഇതുപോലെ തന്നെ ചെയ്താൽ മതി. സിമിലർലി നമുക്ക് tan പൈ ബൈ 4 മൈനസ് എക്സ് എന്നുള്ളത് 1 പ്ലസ് tan എക്സ് വരെ 1 മൈനസ് tan എക്സ് കിട്ടും. സംശയമുള്ളത് ചെയ്ത് നോക്കിയാൽ മതി. ബൈ 1 പ്ലസ് tan എക്സ് 1 മൈനസ് tan എക്സ് വരെ 1 പ്ലസ് tan എക്സും കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പ്ലസും മൈനസും മാറും എന്നുള്ള വേറെ ഒരു വ്യത്യാസവും ഇല്ല. 1 പ്ലസ് tan എക്സിൻ്റെ അവിടെ 1 മൈനസ് tan എക്സും 1 മൈനസ് tan എക്സിൻ്റെ അവിടെ 1 പ്ലസ് tan എക്സും വരുന്നേ ഉള്ളൂ. അപ്പം tan പൈ ബൈ 4 പ്ലസ് എക്സ് 1 പ്ലസ് tan x by 1 മൈനസ് tan x കിട്ടി. tan പൈ ബൈ 4 മൈനസ് എക്സ് 1 മൈനസ് tan x by 1 പ്ലസ് tan x കിട്ടി. ഇതിന് നമ്മൾ ഇക്വേഷൻ്റെ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ tan പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ അതൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan പൈ ബൈ 4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ tan പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു tan പൈ ബൈ 4 പ്ലസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x ഹോൾ ഡിവൈഡഡ് ബൈ tan പൈ ബൈ 4 മൈനസ് എക്സിന് തിരിഞ്ഞു വരും 1 മൈനസ് tan x ബൈ 1 പ്ലസ് tan x. ഇനി നമ്മൾ പഠിച്ചതാണ് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്റർ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ന്യൂമറേറ്റർ അതുപോലെ തന്നെ 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x അത് ന്യൂമറേറ്റർ ഇൻറ്റു നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു തിരിച്ചിട്ട് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. കണ്ടോ, ഇത് രണ്ടും സെയിം അല്ലേ? ഇപ്പൊ സ്ക്വയർ എഴുതാം. 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. കണ്ടോ, ഇതല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ. ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ പ്ലസ് മൈനസും തിരിയുമ്പോൾ ഇവിടെ പ്ലസ് മൈനസും തിരിയുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പമാണ്, ചെയ്ത് പഠിച്ചോണേ. 4 മാർക്കിന് ചോദിക്കാവുന്ന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos pi plus x into cos minus x divided by sin pi minus x into cos pi by 2 plus x equal to cot square x. Cos pi plus x into cos minus x by sin pi minus x into cos pi by 2 plus x. അതിന്റെ വാല്യൂ cot square x ആണെന്ന് പ്രൂവ് ചെയ്യണം. എളുപ്പമാണ്. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചത്. ആ വാല്യൂസ് അവിടെ കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം cos pi plus x എഴുതാം. cos pi plus x നമ്മുടെ 48 ഇക്വേഷനിലെ റിഡക്ഷൻ ഫോർമുല അത് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പം pi plus x എന്ന് പറയുമ്പോൾ pi ഇവിടെ വരും. pi plus എന്ന് വരുമ്പോഴത്തേക്കും തേർഡ് ക്വാഡ്രന്റ് വരും. ഇവിടെയാണ് pi plus x. ഇവിടെ AST ടാൻ പോസിറ്റീവ്, ടാനും കോട്ടും ആണ് പോസിറ്റീവ്. pi plus x എന്ന് പറയുമ്പോൾ pi ഇവിടെ വരും, പ്ലസ് ഇങ്ങോട്ട് കൂടെ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരും. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കോസ് നെഗറ്റീവ് വരും. പൈ വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. പൈ വരുമ്പോൾ കോസ് തന്നെയാണ്. മൈനസ് കോസ് എക്സ് കിട്ടും. മൈനസ് കോസ് എക്സ്. ക്ലിയർ ആയില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചാ. ഇനി അടുത്ത് നമ്മൾ കോസ് മൈനസ് എക്സ് എടുക്കാൻ പോവാം. കോസ് മൈനസ് എക്സ് നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ ആ ഇക്വേഷനും പഠിച്ചാ. കോസിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഒഴിവാക്കാം. സീക്കിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഒഴിവാക്കാം. ബാക്കി ഏതിൻ്റെ അകത്ത് വന്നാലും ഇപ്പൊ സൈൻ നെഗറ്റീവ് എക്സ് വെച്ചാൽ നെഗറ്റീവ് വെളിയിലേക്ക് എടുക്കാം. നെഗറ്റീവ് ഇൻറ്റു സൈൻ എക്സ്. ടാൻ നെഗറ്റീവ് എക്സ് വെച്ചാൽ നെഗറ്റീവ് ഇൻറ്റു ടാൻ എക്സ്. അപ്പൊ കോസും സീക്കും ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് നമ്മൾ വെളിയിലേക്ക് എടുക്കും. കോസിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് കളഞ്ഞേക്ക് എടുക്കണ്ട. കോസ് നെഗറ്റീവ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ് തന്നെയാണ്. സീക്ക് നെഗറ്റീവ് എക്സ് സീക്കും ഒരെണ്ണത്തിനുള്ളത് തന്നെ റെസിപ്രോക്കലിനും അതുപോലെ തന്നെ വരും. സീക്ക് നെഗറ്റീവ് എക്സും സീക്ക് എക്സ് തന്നെയാണ്. അപ്പോൾ കോസിനും സീക്കിനും നെഗറ്റീവ് വന്നാൽ ഒഴിവാക്കാം. ബാക്കി എല്ലാത്തിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വെളിയിലേക്ക് എടുക്കണം. ശ്രദ്ധിച്ചോണം. അപ്പോൾ കോസ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ് ആണ്. ഇനി സൈൻ പൈ മൈനസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ് നമ്മുടെ ക്വാർട്ടറിന് പൈ ഇതാണ്. മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പുറകിലോട്ട് പോകും. സെക്കൻഡ് ക്വാർട്ടറിലാണ് പൈ മൈനസ് എക്സ് വരുന്നത്. ഇവിടെ എ എസ് ഇത് ഓള് ഇങ്ങനെ ASTC അത് ഓർത്തോണേ. ഇപ്പൊ സെക്കൻഡ് ക്വാർട്ടറിൽ പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാർട്ടറിൽ വരും. അത് സൈൻ പോസിറ്റീവാണ്. സൈൻ എസ് സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് എഴുതാം. പോസിറ്റീവ് എഴുതണമെന്നില്ല, ഞാൻ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ. പോസിറ്റീവ് പൈ വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. പോസിറ്റീവ് സൈൻ എക്സ്, അതായത് സൈൻ എക്സ് തന്നെ വരും. ഇനി കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ഉണ്ട്. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. പൈ ബൈ 2 പ്ലസ് എക്സ് നോക്കാം. ഇതാണ് പൈ ബൈ 2. അപ്പം പൈ ബൈ 2 പ്ലസ് പറയുമ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് വരും. ഇവിടെ തന്നെ വരും പൈ ബൈ 2 പ്ലസ് എക്സ്. സെക്കൻഡ് ക്വാർട്ടറിൽ വരും. അവിടെ സൈൻ ആ പോസിറ്റീവ്, കോസ് നെഗറ്റീവ് വരും. അപ്പം നെഗറ്റീവ് വരും. ഇനി പൈ ബൈ 2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. കോസ് എന്നുള്ളത് സൈൻ ആയിട്ട് മാറും. മൈനസ് സൈൻ എക്സ് വരും. കണ്ടു? ഇതെല്ലാം കിട്ടി. ഇതെല്ലാം ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക്. അപ്പം കോസ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് മൈനസ് എക്സ് ബൈ സൈൻ പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സ് കിട്ടി. മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് നെഗറ്റീവ് എക്സ് കോസ് എക്സ് കിട്ടി. ഡിവൈഡഡ് ബൈ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് വന്നു. സൈൻ എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് വന്നു. മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് വരും. ബൈ മൈനസ് ഇൻറ്റു മൈനസ് അത് മൈനസ് വരും. മൈനസ് സൈൻ സ്ക്വയർ എക്സ്. മൈനസ് വെട്ടിപ്പൊക്കോളും. മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നത്. മൈനസ് അങ്ങ് വെട്ടിപ്പൊക്കോളും. ഇത് വെട്ടിപ്പൊക്കോളും. ഇത് ക്യാൻസൽ ചെയ്യും. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ട. കോസ് ബൈ സൈൻ കോട്ട. അപ്പം കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ എക്സ് വരും. കോട്ട് സ്ക്വയർ എക്സ്. കണ്ടോ? ആൻസർ കിട്ടില്ലേ? കോട്ട് സ്ക്വയർ എക്സ്.
ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ആ റിഡക്ഷൻ ഫോർമുല എഴുതുന്നു, അത് അതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു, അപ്പം പെട്ടെന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. cos 3π/2 plus x into cos 2π plus x. cos 2π plus x into cot 3π/2 minus x. cot 3π/2 minus x plus cot 2π plus x. cot 2π plus x. ഇതിന്റെ വാല്യൂ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഫുള്ള് റിഡക്ഷൻ ഫോർമുലയാണ്. 3π/2 plus x, 2π plus x, 3π/2 minus x, 2π plus x എല്ലാം അതെ നമ്മുടെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിക്കണം. നമ്മുടെ ASTC ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്കിവിടെ 3π/2 ഉം 2π ഉം അവിടെ. 3π/2 270, 3π/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 3π/2, 2π എന്ന് പറയുമ്പോൾ ഇവിടെ വരും 2π. കറങ്ങി ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് 2π വരുന്നത്. ഇനി നമുക്ക് നോക്കാം 3π ആദ്യം ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. cos 3π/2 plus x equal to 3π/2 plus x എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റ് വരും 3π/2 plus x. ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. 3π/2 ഇവിടെ വരും, പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പിന്നെ പോകും, പ്ലസ് എക്സ് ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഇവിടെ കോസ് പോസിറ്റീവാണ്, അപ്പം കോസ് പോസിറ്റീവ് ആണ്. 3π പോസിറ്റീവ് വരും. 3π/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. കോസ് എന്നുള്ള സൈൻ എക്സ് ആയിട്ട് മാറും. 3π/2 plus x എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ആയിട്ട് മാറും. പോസിറ്റീവ് സൈൻ എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാം. പോസിറ്റീവ് എഴുതേണ്ട കാര്യമില്ല. ഈ cos 2π plus x, cos 2π plus x, 2π plus x നോക്കുക. ഇതാണ് 2π, പ്ലസ് വരും മേളോട്ട് വരും. 2π plus x ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഓൾ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് കോസ് പോസിറ്റീവിൽ എഴുതുന്നില്ല, പോസിറ്റീവ് തന്നെ വരും. 2π വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, cos x വരും. കണ്ടു. ഇനി നമുക്ക് cot 3π/2 minus x, cot 3π/2 minus x നോക്കുക. 3π/2 ഇവിടെ മൈനസ് വരും, പുറകിലോട്ട് വരും, ഇവിടെ വരും 3π/2 minus x. ഇവിടെ ടാനാ പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവാണ്, ടാനും കോട്ടും. അപ്പം കോട്ട് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് 3π/2 വരുമ്പോൾ ചേഞ്ച് ഉണ്ട്, കോട്ട് എന്നുള്ള ടാനായിട്ട് മാറും. പോസിറ്റീവ് ടാൻ എക്സ്, അതായത് ടാൻ എക്സ് വരും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, cot 2π plus x. cot 2π plus x നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 2π വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ചും ഇല്ല, cot x തന്നെ വരും. എല്ലാം കിട്ടി. ഇനി അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 3π/2 plus x into cos 2π plus x into cot 3π/2 minus x plus cot 2π plus x. നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 3π/2 plus x sin x, cos 2π plus x cos x, sin x into cos x വരും, into cot 3π/2 minus x tan x plus cot 2π plus x cot x. ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതിന്റെ വാല്യൂ 1 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, tan x നെയും cot x നെയും സൈനിലേക്കും കോസിലേക്കും മാറ്റാം. നമ്മൾ പഠിച്ച tan x എന്ന് വെച്ചാൽ sin x by cos x, cot x എന്ന് വെച്ചാൽ തിരിച്ചു വരും cos x by sin x, അത് അവിടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x cos x വെളിയിലുണ്ട്, sin x cos x into tan x ന് sin x by cos x എന്നും പ്ലസ് cot x ന് തിരിച്ച് cos x by sin x എന്നും കൊടുക്കുന്നു. നമ്മൾ ബ്രാക്കറ്റിലുള്ളത് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. ബ്രാക്കറ്റിലുള്ളത് അപ്പോൾ sin x into cos x into ഡിനോമിനേറ്ററിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, cos x into sin x. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. sin x into sin x, sin x into sin x sin square x വരും. sin x into sin x sin x all square വരും, sin square x വരും. പ്ലസ് നമുക്ക് പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. ഇനി തിരിച്ച് cos x into cos x, cos x ന്റെ സ്ക്വയർ വരും, ഇനി നമുക്ക് cos square x എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതുണ്ടോ, sin x into cos x into sin square x plus cos square x ന്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ പഠിച്ചില്ലേ. sin square x plus cos square x 1 ബൈ നമുക്ക് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, sin x into cos x.
ഇത് വെട്ടിപ്പൊക്കോളും, ആൻസർ 1 വരും. 1 എന്നല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. 1 കിട്ടി, എളുപ്പം കിട്ടും. ഇത് ചെയ്ത് പഠിച്ചോണേ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പബ്ലിക് എക്സാമിന് മിക്കവാറും തന്നെ എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ടൈപ്പ്. അപ്പോൾ ശരിക്കും ഇത് പഠിച്ചോണേ. പ്രൂവ് ദാറ്റ് cos 9x minus cos 5x cos 9x minus cos 5x divided by sin 17x minus sin 3x equal to minus sin 2x by cos 10x. ഇത് പ്രൂവ് ചെയ്യണം. cos 9x minus cos 5x by sin 17x minus sin 3x സിംപ്ലിഫൈ ചെയ്യുമ്പോൾ minus sin 2x by cos 10x എന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. cos 9x minus cos 5x അത് cos x minus cos y ഫോർമുല. cos x minus cos y ഒരു 4 ഇക്വേഷൻ, സമ്മിനെ പ്രോഡക്റ്റ് ആക്കുന്ന 4 ഇക്വേഷൻ ഉണ്ടല്ലോ, അത് പഠിക്കണം എന്ന് പറഞ്ഞല്ലേ, അത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. cos x minus cos y ന്യൂമറേറ്ററിൽ വരും, താഴെ sin x minus sin y. അതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചോണം. cos x minus cos y എന്ന് വെച്ചാൽ നമുക്കറിയാം മൈനസ് 2 sin of x plus y by 2 into sin of x minus y by 2. ഇതാണ് cos x minus cos y യുടെ ഇക്വേഷൻ. മൈനസ് 2 sin of x plus y by 2 into sin of x minus y by 2. ഒരു താഴെ sin x minus sin y ഫോർമുലാണ്. sin x minus sin y യുടെ ഇക്വേഷൻ 2 cos of x plus y by 2 into sin of x minus y by 2. ഇതാണ്. ഈ രണ്ട് ഇക്വേഷനും എഴുതി വെക്കണം. അര 1 മാർക്ക് കിട്ടുന്നതാണ്. ഇക്വേഷൻസ് ഉള്ളതൊക്കെ എഴുതി വെച്ചോളെ. ഇനി നമുക്ക് ആദ്യം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. cos 9x minus cos 5x ഈക്വൽ ടു, ശ്രദ്ധിക്കണം, എക്സിന്റെ സ്ഥാനത്ത് 9x ഉം വൈയുടെ സ്ഥാനത്ത് 5x ഉം ആണ്. എക്സിന് പകരം 9x, cos x minus cos y ഫോമിലല്ലേ, എക്സിന്റെ സ്ഥാനത്ത് 9x ഉം വൈയുടെ സ്ഥാനത്ത് 5x ഉം. അപ്പോൾ cos x minus cos y യുടെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവാണേ. മൈനസ് 2 sin of x plus y, എക്സിന് വരെ 9x ഉം വൈക്ക് വരെ 5x ഉം കൊടുക്കണം. അപ്പം 9x പ്ലസ് 5x ബൈ 2 വരും. 9x പ്ലസ് 5x ബൈ 2 ഇൻറ്റു sin of x minus y by 2. അപ്പം 9x മൈനസ് 5x ബൈ 2 വരും. അത് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 sin of 9x ഉം 5x ഉം കൂടെ കൂട്ടുക. 9 ഉം 5 ഉം 14. 14x ബൈ 2. 14x ബൈ 2 എന്ന് പറയുമ്പോൾ 7x വരും. ഇൻറ്റു സൈൻ 9x നിന്ന് 5x കുറയ്ക്കുമ്പോൾ 4x വരും. 4x ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും 2x. അതായത് 14x ബൈ 2 വരും, 4x ബൈ 2 വരും. അങ്ങനെയാണ് 7x ഉം 2x ഉം വന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. cos x മൈനസ് cos y വെച്ച് സിംപ്ലിഫൈ ചെയ്തപ്പോൾ cos 9x മൈനസ് cos 5x ഇങ്ങനെ കിട്ടി. ഇനി അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ആയ sin 17x മൈനസ് sin 3x കണ്ടുപിടിക്കുക. അപ്പോൾ അത് sin x മൈനസ് sin y. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സിന് പകരം 17x ഉം വൈക്ക് പകരം 3x ഉം. അപ്പോൾ നമുക്ക് നോക്കാം. 2 cos of x plus y by 2. x plus y വരും 17x plus 3x. 17x plus 3x by 2 വരും. ഇൻറ്റു രണ്ടാമത്തെ sin of x minus y. sin of 17x minus 3x by 2. ഇത് ഇതുപോലെ തന്നെ കൂട്ടി കുറച്ചെടുക്കുക. നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos 17x ഉം 3x ഉം 17 3 20 20x by 2 വരും. by 2 വരുമ്പോൾ 10x. 2 cos 10x വരും. ഇൻറ്റു സൈൻ ഓഫ് 17x നിന്ന് 3x കുറയ്ക്കുക, 14 വരും. 14x ബൈ 2 വരുമ്പോൾ 7x. ഈ രണ്ടും കിട്ടി. ഇത് രണ്ടും നമ്മൾ ഇനി ലെഫ്റ്റ് സൈഡ് ആൻസർ ക്വസ്റ്റ്യൻ എഴുതി ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 9x, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതണേ, മൈനസ് cos 5x, ലെഫ്റ്റ് സൈഡ് ഒന്നുകൂടെ എടുത്തെഴുതാം, ബൈ sin 17x മൈനസ് sin 3x ഈക്വൽ ടു, നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആദ്യത്തെ cos 9x മൈനസ് cos 5x സിംപ്ലിഫൈ ഈ ആൻസർ ഇട്ടത് -2 sin 7x
into sin 2x divided by sin 17x minus sin 3x സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 2 cos 10x into sin 7x കിട്ടി. 2 cos 10x into sin 7x എല്ലാം പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് വന്നാൽ നമുക്ക് വെട്ടിക്കളയാം. പ്രോഡക്റ്റ് ആയതുകൊണ്ട് 2 വെട്ടിപ്പോകും, sin 7x വെട്ടിപ്പോകും. മിച്ചം sin 2x ബൈ മൈനസ് ഉണ്ട് sin 2x ഉണ്ട് ബൈ cos 10x ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മിച്ചമുള്ളത്. ഇതെല്ലാവരും പ്രൂവ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ആൻസർ കിട്ടുക. അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുക, അത് വെച്ച് സിംപ്ലിഫൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കുറേ വെട്ടിപ്പോക്കോളും, 2 വെട്ടിപ്പോക്കോളും, പിന്നെ ഏതെങ്കിലുമൊക്കെ വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. പഠിച്ചോണത് ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. മനസ്സിലായാലോ? ഓക്കെ. ഒരു ദിവസൂടെ പ്രൂവ് ദാറ്റ് cos 4x plus cos 3x cos 4x plus cos 3x plus cos 2x divided by താഴെ സൈൻ sin 4x plus sin 3x by 3x plus sin 2x equal to cot 3x കിട്ടണം. ഇത് നമ്മൾ മുമ്പേ ഇതുപോലെ തന്നെ മേളിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം cos 4x plus cos 3x plus cos 2x ഇതെടുത്ത് എഴുതുക. എന്നിട്ട് നമുക്ക് cos x plus cos y ഫോമിലാണ്. പക്ഷേ ശ്രദ്ധിക്കുന്നവിടെ 3 എണ്ണം ഉണ്ട്, നമുക്ക് 2 എണ്ണം എടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 2 എണ്ണം എടുക്കാൻ പോവാം. അപ്പം ചുമ്മാ 2 എണ്ണം എടുക്കുക, ആദ്യം കിടക്കുന്ന 2 എണ്ണം എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. കാരണം നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള 2 എണ്ണം വേണം എടുക്കാനായിട്ട്. അതായത് x plus y by 2 x minus y by ഇപ്പം cos x plus cos y ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചോണേ. 2 cos x plus y by 2 into cos x minus y by 2 ആ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. cos x plus cos y ഫോമിലാണ് ആ ഇക്വേഷൻ. ഇതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം x plus y by 2 അല്ലെങ്കിൽ x minus y by 2 ഇത് എടുക്കുമ്പോൾ ഇപ്പൊ നമുക്കുള്ളത് 4x ഉണ്ട്, 3x ഉണ്ട്, 2x ഉണ്ട്. cos 4x 3x 2x രണ്ടെണ്ണം കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തേത് കിട്ടണം. അല്ലെങ്കിൽ ഡിഫറൻസ് എടുത്തിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നാമത്തേത് കിട്ടണം. ആ രീതിയിലേ എടുക്കാവുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കാം, 4x 3x എടുത്ത് നോക്കാം. 4x 3x കൂടെ കൂട്ടുമ്പോൾ 7x വരും. 7x by 2 എന്ന് പറഞ്ഞാൽ ഇത് കിട്ടത്തില്ല. ഇത് കിട്ടണം, നമ്മൾ എടുക്കുമ്പോൾ മൂന്നാമത്തേത് കിട്ടണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 7x by 2 എന്ന് എടുക്കുമ്പോൾ 2x കിട്ടിയല്ല. by 2 എടുക്കുമ്പോൾ 3.5 ആണ് വരുന്നത്. അത് പറ്റത്തില്ല. ഡിഫറൻസ് എടുക്കുക. 4x minus 3x 1x by 2 എടുക്കുമ്പോൾ ഇത് കിട്ടത്തില്ല. ഇത് രണ്ടും അല്ല എടുക്കേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ നോക്കാം. 4x ഉം 2x ഉം 2x കൂടെ കൂട്ടി നോക്കാം. 4 ഉം 2 ഉം 6 6x വരും. 6x by 2 എന്ന് എടുക്കുമ്പോൾ 3x കിട്ടുന്നുണ്ട്. ഈ ചില കേസിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ 3x വരെ x ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിഫറൻസ് എടുത്ത് നോക്കാം. 4x minus 2x 2x വരും. 2x by 2 എന്ന് x കിട്ടും. നമ്മൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോഴോ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോഴോ ഈ മൂന്നാമത്തേത് കിട്ടുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഈ 4x ഉം 2x ഉം കൂടി എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വേണം എടുക്കാൻ. 3 എണ്ണം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നാമത്തേത് കിട്ടണം, അല്ലെ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നാമത്തേത് കിട്ടണം. ആ രീതിയിൽ വേണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ നമുക്കിവിടെ 4x ഉം 2x ഉം ഓക്കെയാണ്. അത് രണ്ടും ഒരുമിച്ച് എഴുതുന്നു. cos 4x ഉം cos 2x ഉം ഒരുമിച്ച്. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ cos 3x ഞങ്ങൾ മാറ്റിയിട്ടേക്കാം. അത് നമുക്ക് തൽക്കാലം അവിടെ കിടക്കട്ടെ, അവിടെ മാറി കിടക്കട്ടെ. നമുക്ക് ഇത് രണ്ടും കൂടെ വേണം ചെയ്യാൻ. അപ്പൊ ആ രീതിയിൽ വേണം എടുക്കാൻ, ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. cos x plus cos y ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഇതിന് ഈ cos 4x plus cos 2x cos x plus cos y ഇക്വേഷൻ ഉപയോഗിക്കുന്നു. x-ന്റെ സ്ഥാനത്ത് 4x ഉം y-യുടെ സ്ഥാനത്ത് 2x ഉം വരും. ഇപ്പം ചെയ്തപോലെ തന്നെ നമുക്ക് ഈ കൊടുക്കാം. 2 cos of x plus y by 2 x 4x ഉം y 2x ഉം 4x plus 2x by 2 into cos of ഡിഫറൻസ് cos 4x minus 2x by 2 plus cos 3x അവിടെ മാറി കിടപ്പുണ്ട്, അതവിടെ നമ്മൾ എഴുതണം. ഇത് സിംപ്ലിഫൈ ചെയ്യാം. That is equal to 2 cos of 4x plus 2x 6x by 2 വരുമ്പോൾ 3x വരും. 2 cos 3x into cos 4x minus 2x 2x by 2 എന്ന് പറയുമ്പോൾ x plus cos 3x വരും. ഇങ്ങനെ കിട്ടി. അവിടെ കിടക്കട്ടെ. ഇത്രയും കിട്ടി. നമ്മൾ സിംപ്ലിഫൈ 2 cos 3x into cos x plus cos 3x ഉണ്ട്.
ഇനി ഇവിടെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് അല്ല, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇനി അതുപോലെ ഡിനോമിനേറ്റർ sin 4x പ്ലസ് sin 3x പ്ലസ് sin 2x. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട് 4xും 2xും വരുന്നത്. ഇതും അതുപോലെ ഒരുമിച്ച് എഴുതാം. sin 4xും sin 2xും കൂടെ ഒരുമിച്ച് എഴുതി പ്ലസ് sin 3x മാറ്റി കിട്ടും. നമ്മൾ sin x പ്ലസ് sin y യുടെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. sin x പ്ലസ് sin y, sin x പ്ലസ് sin y എന്ന് വെച്ചാൽ 2 sin x പ്ലസ് y ബൈ 2 ഇൻറ്റു cos x മൈനസ് y ബൈ 2 ആ. അത് നമ്മളിവിടെ കൊടുക്കുന്നു. 2 sin x പ്ലസ് y ബൈ 2 ഇൻറ്റു cos x മൈനസ് y ബൈ 2. അപ്പം 2 sin എക്സും വൈയും 4xും 2xും ആ. അപ്പോൾ 4x പ്ലസ് 2x ബൈ 2 വരും ഇൻറ്റു രണ്ടാമത്തെ cos ആ. cos ഡിഫറൻസ് 4x മൈനസ് 2x ബൈ 2 ഇത്രയും വരും. പിന്നെ sin 3x മാറി കിടപ്പുണ്ട്, അത് അവിടെ ഇട്ടു പ്ലസ് sin 3x. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 sin 4x പ്ലസ് 2x ബൈ 2 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, 3x വരും. ഇനി cos 4x മൈനസ് 2x ബൈ 2 എന്നുള്ളത് നമ്മൾ ചെയ്ത് cos x വരും ഇൻറ്റു cos x പ്ലസ് sin 3x. നമ്മൾ ഇത്രയും ചെയ്തു. നമ്മൾ ന്യൂമറേറ്ററും ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, ഡിനോമിനേറ്ററും ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ കോട്ട് 3x അങ്ങ് മായിച്ചേക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒന്നുകൂടി അല്ലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. അല്ലെ വേണ്ടല്ലോ, കോട്ട് 3x ആൻസർ കോട്ട് 3x ആ കിട്ടേണ്ടതെന്ന് ഓർത്തോണേ. അപ്പൊ നമ്മൾ ഇവിടേക്ക് എഴുതാൻ പോവാം. കോട്ട് 3x ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതി ഇവിടേക്ക് കൊടുക്കുക വാല്യൂ. cos 4x പ്ലസ് അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു 2 cos 3x ഇൻറ്റു cos x പ്ലസ് cos 3x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ കിട്ടി 2 sin 3x 2 sin 3x ഇൻറ്റു cos x പ്ലസ് sin 3x. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നിങ്ങളിത് നോക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം, അവിടെ ചെയ്യുന്നില്ല. 2 cos 3x ഇൻറ്റു cos x പ്ലസ് cos 3x ഡിവൈഡ് ബൈ 2 sin 3x ഇൻറ്റു cos x പ്ലസ് sin 3x. ഇങ്ങനെ കിടക്കുക. നിങ്ങൾക്ക് വെട്ടാനൊരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. 2 അങ്ങ് വെട്ടിക്കളയും, cos 3x അങ്ങ് വെട്ടിക്കളയും. ഇതിപ്പോൾ ഞാൻ ആദ്യം പഠിപ്പിച്ച കാലം തൊട്ടേ പറയുന്ന എല്ലാവരും പറയാറുള്ള കോമണാണ്. ഞാൻ നിങ്ങൾ ഗൂഗിൾ മീറ്റ് എടുത്തപ്പോൾ നിങ്ങളും പറഞ്ഞു. നിങ്ങളുടെ കുഴപ്പമല്ല, അത് പറഞ്ഞത് തെറ്റാണെന്നൊന്നും വിചാരിക്കണ്ട. അത് ആദ്യം തൊട്ട് ഏത് പിള്ളേരോട് ഏത് ക്ലാസ്സിൽ ഏത് വർഷം പോയി ചോദിച്ചാലും അവരാദ്യം ഇങ്ങനെ പറയുള്ളൂ. നോക്കുമ്പോൾ 2 വെട്ടിക്കളയാം, cos x വെട്ടിക്കളയാം, cos 3x പ്ലസ് cos 3x മേളിൽ കിടപ്പുണ്ട് 2 cos 3x എന്ന് എഴുതും ഡിവൈഡ് ബൈ sin 3x പ്ലസ് sin 3x-ന് 2 sin 3x എന്ന് എഴുതും. 2 വെട്ടിപ്പോകും. cos ബൈ sin വെച്ചാൽ കോട്ട് 3x ആണ് കിട്ടേണ്ട ആൻസർ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് എല്ലാവരും എഴുതി വെക്കുന്നത്. ആൻസർ ഒക്കെ കിട്ടി. പക്ഷേ ഇത് തെറ്റാണ്. അത് നിങ്ങളത് ശ്രദ്ധിച്ചോണം. നമുക്കൊരിക്കലും ഇങ്ങനെ പ്ലസ് ഒക്കെ ആയിട്ട് കിടന്നാൽ വെട്ടിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം 9/4 നമുക്ക് 9/4 ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ ഒരു ഇൻറ്റിജർ ആയിട്ട് കിട്ടത്തില്ല. 9/4 വരുമ്പോൾ പോയിന്റ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞ രീതിക്കാണെങ്കിൽ 9/4-നെ 5 + 4/4 എന്ന് എഴുതാം. 4 വെട്ടിക്കളയാം. അങ്ങനെ ആൻസർ 5 എന്നോ 5+1 എന്നോ ഒക്കെ നിങ്ങൾക്ക് കിട്ടി നിൽക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെട്ടിക്കളയണമെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കണം. പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ വെട്ടിക്കളയാൻ പറ്റുള്ളൂ, ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സമോ ഡിഫറൻസോ ഒക്കെ ആയിട്ട് കിടന്നാൽ നമുക്കത് വെട്ടിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ പ്രോഡക്റ്റ് ആക്കുക. പ്രോഡക്റ്റ് ആക്കിയാൽ നമുക്കത് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടുന്ന് കോമൺ ആയിട്ട് ഈ 2 cos 3x ഇൻറ്റു cos x പ്ലസ് cos 3x കോമൺ ആയിട്ട് cos 3x കോമൺ. രണ്ടിടത്തുനിന്നും cos 3x കോമൺ എടുക്കുന്നു. cos 3x ഇൻറ്റു ഇവിടുന്ന് cos 3x എടുത്ത് കഴിയുമ്പോൾ മിച്ചം 2 ഉണ്ട്, cos x ഉണ്ട്, 2 cos x ഉണ്ട്, പ്ലസ് ഇവിടുന്ന് cos 3x എടുത്ത് കഴിയുമ്പോൾ മിച്ചം ഇവിടെ 1 ഉണ്ട്, 1 കണ്ടോ. cos 3x കോമൺ എടുത്ത് കഴിയുമ്പോൾ 2ഉം cos x വരും, പ്ലസ് ഇവിടെ 1. ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ sin 3x കോമൺ ആണ്. അപ്പോൾ sin 3x ഇൻറ്റു ഇവിടെ sin 3x എടുത്ത് കഴിയുമ്പോൾ 2 cos x ഉണ്ട്, 2 cos x പ്ലസ് sin 3x 1 വരും. 2 cos x പ്ലസ് 1. ഇത് cos 3x-ഉം 2 cos x പ്ലസ് 1 ഒരുമിച്ച് അത് ഫുള്ളായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ്, ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ്. അപ്പോൾ ഫുള്ള് കോമൺ ആയിട്ട് അത് ഫുള്ള് വെട്ടിക്കും. പ്രോഡക്റ്റിൽ ഒരു ടൈം ഫുള്ളങ്ങ് വെട്ടിപ്പോയി. പിന്നെ മിച്ചം cos 3x ബൈ sin 3x വരുമ്പോൾ ആൻസർ cot 3x കിട്ടും. എങ്ങനെയാണ് കറക്റ്റായിട്ട്
വെട്ടിക്കളയരുത്, മറ്റേ രീതിയിൽ നിങ്ങൾ വെട്ടിക്കളയരുത്. അത് ക്ലിയർ ആയല്ലോ? സംശയമുണ്ടോ? ഓക്കെ, നമുക്കിന്ന് ക്ലാസ് ഇവിടെ നിർത്താം. താങ്ക് യു.